ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവി ആയിട്ടാണ് വന്നത്. കാന്താരി ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കിടിലൻ ടേസ്റ്റാണ്, ചപ്പാത്തിയുടെ കൂടെ പൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 300 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തത്. എനിക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. അത് നിങ്ങൾ കൂടുതൽ എടുക്കുന്നതെങ്കിൽ കൂടുതൽ എടുക്കുക. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ ജ്യൂസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. മിക്സ് ചെയ്തെടുത്ത ചിക്കന് ഒരു 1/4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. നിങ്ങൾ ചിക്കൻ കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ചിക്കനിൽ മാരിനേറ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും ഒന്ന് കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ഹാൻഡ് ഫുള്ളായിട്ട് മല്ലിയില എടുക്കുക. പിന്നെ വേണ്ടത് കാന്താരിയാണ്. നിങ്ങൾ കാന്താരി എടുക്കുന്നത് എരിവുള്ളതാണെങ്കിൽ കുറച്ചെടുക്കുക. ഞാൻ എടുക്കുന്നത് അത്ര വലിയ എരിവൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു 15 കാന്താരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് കാന്താരിയും പിന്നെ ഒരു ചെറിയ സ്പൂണിൽ വലിയ ജീരകമാണ് പെരുംജീരകം ഇല്ലേ, അതുമാണ് വേണ്ടത്. ഇത് നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ട് വരികയാണ് വേണ്ടത്. നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും ആയിക്കിട്ടണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. പക്ഷേ ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ആദ്യം തന്നെ ചതച്ചെടുക്കാൻ പാടില്ല. നമ്മൾ കറിയിലേക്ക് എപ്പോഴാണോ ഇത് ചേർക്കുന്നത് അപ്പോൾ മാത്രം ഒന്ന് ചതച്ചെടുത്തിട്ട് ആ സ്പോട്ടിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ട് മിക്സിയുടെ ടോപ്പൊക്കെ അടച്ചിട്ട് അവിടെ വെക്കുവാണ്. പിന്നെ നമ്മളെ ടൈം ആയി കഴിഞ്ഞാൽ ഞാൻ ചതച്ചെടുത്തിട്ട് ഇടുമ്പോൾ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചേർക്കേണ്ടത് ഉള്ളിയാണ്. വലിയൊരു ഉള്ളിയാണ് ഞാൻ എടുത്തത്. വലുതാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക, ചെറുതാണെങ്കിൽ 2 എടുക്കുക. അത് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്നും മൂത്ത് കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് അടച്ചു വെച്ച് തന്നെ ഒന്ന് ഒരു പച്ച കളറൊക്കെ മാറി ഒന്ന് വേവിച്ചെടുക്കുക. ഉള്ളി ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ചിക്കനാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റൊക്കെ ചിക്കനും ഉള്ളിയും മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് ഈ മിക്സിങ് നല്ല പോലെ തന്നെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചതച്ചെടുക്കാനുള്ള ഐറ്റംസ് ചതച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ആഡ് ചെയ്യണ്ട, ഒഴിച്ചു കൊടുക്കേണ്ട. പിന്നെ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തായാലും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി ആവശ്യമുള്ളവർ കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് കുറച്ച് ഗ്രേവിയുടെ ആവശ്യമുണ്ട്. ഇവിടെ എല്ലാവരും ഗ്രേവി ഇഷ്ടപ്പെടുന്ന ആളാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ എന്തായാലും ഗ്രേവി ആവശ്യമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി വെള്ളം വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചേർക്കാനുള്ളത് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ കുരുമുളക് പൊടിയും ലാസ്റ്റിൽ ആവശ്യമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. വെള്ളമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാനിവിടെ പറയുന്നില്ല.
ഇനി ഞാനിതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്തതാണ്. അപ്പോൾ നോക്കി ശ്രദ്ധിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളൊക്കെ ആണെങ്കിൽ എരിവോട് കൂടി കഴിക്കേണ്ട ഒരു കറിയാണ്. ഞാൻ പക്ഷേ അത്ര കൂടുതൽ എരിവൊന്നും ആക്കിയിട്ടില്ല. കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് എരിവ് കൂടുതലൊന്നും ചേർത്തിട്ടില്ല. ആ 15 കാന്താരി മുളക് അത്ര വലിയ എരിവൊന്നും തോന്നിയിട്ടില്ല. അത് ഇട്ട് കൊടുത്തിട്ട് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. കറി ഏകദേശം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും ആകെ ഒരു കറക്റ്റ് വേവ് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ എരിവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റിലായിട്ട്. ആ ഒരു എരിവൊക്കെ വരുമ്പോഴാണ് ഈ കറി എന്തായാലും നല്ല ടേസ്റ്റായി വരുന്നത്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇന്നത്തെ ഈ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ ഇത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും അങ്ങനെ ആവശ്യമില്ലല്ലോ. മസാലപ്പൊടികളും അതുപോലെ തന്നെ പൊടികളും ആയാലും കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.